يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم منا إلى حضرة النبي محمد مصطفى صلى الله عليه وسلم. اللهم وإلى حضرات أصحاب البدريين والأحديين والخندقيين والحنينيين والتبوكيين وسائر الصحابة والقرابة كلهم أجمعين، خصوصا وإلى حضرة كتب الأقطاب وغوث الأعظم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ. اللهم وإلى حضرة سلطان العارفين الشيخ أحمد الكبير الرفاعي قدس الله سره اللذيذ. اللهم وإلى حضرة سلطان الهند خواجة معين الدين جستي الأجميري قدس الله سره اللذيذ. اللهم وإلى حضرة كتب الزمان سيد علوي المنفرمي قدس الله سره اللذيذ. اللهم وإلى حضرة كتب العالم سيم ولي الله المدوري قدس الله سره اللذيذ. اللهم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين، خصوصا وإلى حضرات من ماتوا منا يا رب العالمين. اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واعف عنا واعف عنهم واجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم بارك لنا في جمعنا هذا بركة تامة يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. آمين برحمتك يا أرحم الراحمين. സ്വാഗത ഭാഷണം നടത്തുന്നു നോസ്റ്റാൾജിയ 25 ജനറൽ കൺവീനർ ഷാഹുൽ നിസാമി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയമുള്ള ഉലമാക്കളെ, നാട്ടിലെ ഉമറാക്കളെ, സ്നേഹനിധികളായ ഉമ്മപെങ്ങന്മാരെ, സഹപാഠികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇജ്തിമാ അവൻ സ്വീകരിക്കുന്നൊരു അമലായി കൂട്ടുമാറാവട്ടെ. നൊസ്റ്റാൾജിയ 2025 കൊല്ലം തോറും നടന്നു വരുന്ന പൂർവ്വ വിദ്യാർത്ഥി മിലാദ് സംഗമമാണ്. ഇടവുകളില്ലാതെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. കൊറോണയെ തുടർന്ന് 1-2 വർഷം നമുക്ക് ഡിലേ സംഭവിച്ചിട്ടുണ്ട്. ശേഷം വീണ്ടും നാം നൊസ്റ്റാൾജിയയിലേക്ക് എത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഒരു വർഷവും മുടങ്ങാതെ തുടർന്ന് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ
ഒരു സന്ദേശമാണ്. എന്താണ് ആ സന്ദേശം? 1500 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാലോകർക്ക് കാണിച്ചു കൊടുത്ത, അല്ലെങ്കിൽ മാലോകരെ പ്രാപ്തമാക്കിയ ഒരു സന്ദേശം പുനരാവിഷ്കരിക്കലാണ് നൊസ്റ്റാൾജി കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. പറഞ്ഞാൽ നാം ഓരം പറ്റിയിട്ടുള്ള നമ്മുടെ മദ്രസ പാഠ്യകാലയളവിൽ 1-ാം ക്ലാസ്സിലെ ഉസ്താദ് മുതൽ 10-ാം ക്ലാസ്സിലെ ഉസ്താദ് വരെ, അല്ലെങ്കിൽ 12-ാം ക്ലാസ്സിലെ ഉസ്താദ് വരെ നമുക്ക് ക്ലാസ് എടുത്തു തരുമ്പോൾ ഉസ്താദുമാരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മറ്റു സാലറീഡ് ജോലികളിലേക്ക് പോവാതെ തുലം തുച്ഛം സാലറിയിൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ അവരുടെ നിയത്ത് എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥി നാളെ മദ്രസയിൽ നിന്നും പഠിച്ചിറങ്ങി നിസ്കരിക്കുന്നവനാകുമ്പോൾ, അള്ളാഹുവിനെ ഒരു നിമിഷം ഓർക്കുന്നവനാകുമ്പോൾ, സ്വലാത്ത് ചൊല്ലുമ്പോൾ, ജീവിതത്തിൻ്റെ ദുർഘട നിമിഷത്തിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഹറാമിലേക്ക് ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ഇല്ല, ഞാൻ മദ്രസയിൽ പഠിച്ചവനാണ്, ഞാൻ ലോൺ എടുക്കുന്നില്ല, പലിശ ഹറാമാണെന്ന് എൻ്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ നിമിഷം അതിൽ നിന്ന് പിന്മാറുമ്പോൾ, ആ പിന്മാറുന്ന സമയത്ത് ഒരു പോർഷൻ കൂലി ഈ പഠിപ്പിച്ച ഉസ്താദിൻ്റെ അരികിലേക്കും മറവിട്ട് കിടക്കുകയാണെങ്കിൽ അവരുടെ പാരത്രിക ജീവിതത്തിലേക്കും കിട്ടും എന്ന പ്രത്യാശയിലാണ് നമ്മുടെ ഉസ്താദന്മാർ നമുക്ക് ജീവിതം വരച്ചു കാണിച്ചു തന്നിട്ടുള്ളത്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു തലം മുഴുവനും അവർ മദ്രസയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സന്ദേശത്തിൻ്റെ മൂല്യവും അതിൻ്റെ ഇമ്പോർട്ടൻസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നൊസ്റ്റാൾജിയ കൊണ്ട് മറ്റൊരു വാക്കിൽ ഇതിനെ പറയുകയാണെങ്കിൽ മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, നൈമിഷികമായ ഈ ജീവിതത്തിൽ ഇച്ഛകൾക്ക് വേണ്ടി ജീവിക്കാനുള്ളതല്ല, മറിച്ച് ആഖിറത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരു വാതായനം മാത്രമാണ് ഈ ലോകമെന്ന് 1-ാം ക്ലാസ്സിലെ ഉസ്താദ് മുതൽ 12-ാം ക്ലാസ്സിലെ ഉസ്താദ് വരെ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. എവിടെയാണ് അവിടെ നൊസ്റ്റാൾജിയുടെ പ്രാധാന്യം? നൊസ്റ്റാൾജിയ ആ സന്ദേശം, ആ മൂല്യവത്തായ സന്ദേശം നമ്മിൽ നിന്നും വേണ്ടുവോളം ഇന്നും നാം അത് ഉൾക്കൊള്ളുന്നുണ്ടോ, അതിൽ നിന്നും നാം വ്യതിചലിച്ചു പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു പുനർവിചിന്തനം നടത്താൻ, ഒരു നാണയ നോട്ടം നോക്കാനുള്ളൊരു സമയമാണ് ഇതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് കലാലയങ്ങളിലുള്ള ആഭാസ ഗ്യാതറിങ്ങുകളുടെ തുടർക്കഥയല്ല നമ്മുടെ നൊസ്റ്റാൾജിയ കൊണ്ട് നമുക്ക് പറയാനുള്ളത്. ഈ ലോകം കഴിഞ്ഞ് നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ ലോകത്തുള്ള ഒരു ട്രാവലിംഗ്, ആ ട്രാവലിംഗ് നമുക്ക് ദീനീപരമായിട്ട് ട്രാവൽ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ എന്ന് വിചിന്തനം നടത്താനുള്ളൊരു സദസ്സാണ്. അള്ളാഹു ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, മിഡിൽ ഈസ്റ്റ് വളരെ വേദനാജനകമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ദൈനംദിനം നാം കണ്ണ് മരവിച്ചുപോയി. ഒരു കുട്ടി ചിന്നിച്ചിതറുന്നത് കാണുമ്പോൾ നമുക്ക് വേദനയില്ലാത്ത അവസ്ഥയിലേക്ക് തിരിക്കുന്നു. ഇസ്രായേലി കാബാലി കൂട്ടങ്ങൾ വരുത്തിവർക്കുന്ന കൊലകൾ, 67,000-70,000-ഓളം പാലസ്തീനികൾ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാക്കപ്പെട്ടു. 2 ലക്ഷത്തോളം രക്തത്തിൽ ജീവനോട് മല്ലിട്ട് കിടക്കുന്നു. 2 മില്യണോളം നമ്മുടെ ഉമ്മത്ത് ഭക്ഷണവും വെള്ളവുമില്ലാതെ കിടന്ന് പെടയുന്ന അവസ്ഥ നമ്മൾ ദൈനംദിനം ഇൻസ്റ്റഗ്രാമിന്റെ സ്ക്രോളിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവർ അള്ളാഹുവിനെ വിട്ടോ? ആ സമയത്ത് അള്ളാഹു സഹായിച്ചില്ല എന്ന് പറഞ്ഞോ? നോക്കാം നമുക്കൊരു കുട്ടിയുടെ കഥ, അല്ല പച്ചയായ ജീവിതം. ആരാണ് ആ കുട്ടി? ഹിന്ദ് റജബ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. BBC പോലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ വളരെ ട്രെൻഡിങ് ആയി നിന്നിരുന്നു ആ ഒരു ന്യൂസ്. ഗാസ സ്ട്രിപ്പിൽ ജനീൻ എന്ന് പറയുന്ന ക്യാമ്പിൽ താമസിക്കുന്ന ഒരു മോളായിരുന്നു. കുട്ടിയുടെ പ്രായം 6 വയസ്സ്. ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, താലോലിക്കാൻ ആരോരുമുണ്ട്.
ഒരു രാത്രിക്ക് രാത്രി കാബാലി കൂട്ടങ്ങളുടെ ബോംബാക്രമണത്തിൽ ഉമ്മയും ഉപ്പയും അടക്കം വീട്ടിലെ കുടുംബത്തിലെ 6 പേർ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ടപ്പോൾ രക്തത്തിൽ ഈ കുട്ടി മാത്രം ബാക്കിയാവുകയാണ്. ആ സമയത്ത് ആ കുട്ടി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഹസ്ബി അല്ലാഹ്, വി ഹാവ് നത്തിങ് ബട്ട് അല്ലാഹ്. ആ പിഞ്ചോമനെ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയാൻ പ്രാപ്തമാക്കിയ മദ്രസ ഏതാണ്? ആ പിഞ്ചോമനെ ആ സമയത്ത് അങ്ങനെ പറയാൻ പ്രാപ്തമാക്കിയ ഏത് സന്ദേശമാണോ ആ ഒരു സന്ദേശമാണ് നാം 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12-ാം ക്ലാസ് വരെ നമ്മെ പ്രാപ്തമാക്കിയത് ഉസ്താദുമാർ. അള്ളാഹു ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഉമ്മമാരെ, പാലസ്തീനിലെ ഹിന്ദ് റജബിന്റെയും മുഹമ്മദ് അലിയുടെയും ആഷിഖിന്റെയും അവസ്ഥയല്ല നമ്മുടെ കുഞ്ഞിനുള്ളത്. വേണ്ടുപോളും സുഭിക്ഷമായ ഭക്ഷണവും വസ്ത്രവും താലോലിക്കാൻ ആരോരുമുണ്ട്. ആ കുട്ടിക്ക് എല്ലാ സാഹചര്യവും ഉണ്ടായിരിക്കെ ഈ സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് അൺലിമിറ്റഡ് ഇന്റർനെറ്റും കൂടെ വെച്ചു കൊടുത്തിട്ടാണോ നമുക്ക് ആ സന്ദേശം നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് എന്ന് പുനർവിചിന്തനം നടത്താനാണ് നമ്മുടെ നൊസ്റ്റാൾജിയ കൊണ്ട് നാം ഉദ്ദേശിക്കേണ്ടത്. നാം മദ്രസയിൽ നിന്നും പഠിച്ചിറങ്ങുമ്പോൾ റജബ് ഹിന്ദിന്റെ ഉമ്മയും ഉപ്പയുമായിരുന്നു ആ മദ്രസ. ഇസ്ലാമിനെതിരെ കാബാലികർ നടത്തിയ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ ഉമ്മയും ഉപ്പയും നേരെ സ്വർഗത്തിലേക്കാണ് പോയത്. കാരണം ആ ഉമ്മയും ഉപ്പയും ആ സമയത്ത് വരെ ആ പിഞ്ചു കുഞ്ചിനെ വരെ പ്രാപ്തമാക്കിയിട്ടുണ്ട്. നമ്മൾ നമ്മളെ കുട്ടികളെ പ്രാപ്തമാക്കിയിട്ടുണ്ടോ? ഇൻസ്റ്റഗ്രാമിൽ കളിക്കും, റീൽസുകൾ എടുക്കും, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ പ്രചരിപ്പിക്കാൻ ഒരു മടിയുമില്ല. കാണുന്നത് ഉമ്മയും ഉപ്പയുമാണ്, നോക്കി നിൽക്കുകയാണ്. നാം നമ്മുടെ കുട്ടിയെ പ്രാപ്തമാക്കിയിട്ടുണ്ടോ? നമ്മുടെ മദ്രസ നമുക്ക് വെച്ചു നീട്ടിയ ആ സന്ദേശം നാം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള സദസ്സാണ് നമ്മുടെ നൊസ്റ്റാൾജിയ. അതാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമായി നാം കാണേണ്ടത്. കുല്ലുക്കും റായി വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഹിയതിഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? ഏ ഉമ്മമാരെ, സഹോദരിമാരെ, ഉപ്പമാരെ, നാം നമ്മുടെ കുട്ടികൾ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മൊബൈൽ ഫോണിന് അടിമപ്പെട്ട് തുടർന്നുള്ള കാലങ്ങളിൽ പാതിരാത്രി ഹറാമിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഉമ്മമാരെ, ഉപ്പമാരെ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിലൊരു സംശയവുമില്ല. അതായിരുന്നു 1-ാം ക്ലാസ്സിൽ നിന്നും അലിഫ് പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ നിയ്യത്ത്. നമ്മളെ ആ അലിഫ് പഠിപ്പിക്കുമ്പോൾ അതായിരുന്നു ഹദീസ് ഓതി തരുമ്പോൾ നമ്മുടെ 12-ാം ക്ലാസ്സിലെയോ 10-ാം ക്ലാസ്സിലെയോ ഉസ്താദിന്റെ നിയ്യത്ത്. ആ നിയ്യത്തിൽ നമ്മൾ ഇപ്പോഴും പരിപൂർണരാണോ? അതിൽ നിന്നും നാം വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് വിചിന്തനം നടത്താനും നാണയനോട്ടം നോക്കാനും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്ന് ചിന്തിക്കാനാണ് നമ്മുടെ നൊസ്റ്റാൾജിയ. അതാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ യഥാർത്ഥ മുഹിബ്ബ്. അതാവണം നമ്മുടെ ഹുബ്ബ്. ജീവിതം കൊണ്ട് കാണിച്ചു തന്നതാണ് നബിതങ്ങൾ. ഈ ഹിന്ദ് റജബിന്റെ ആ ഒരു വാക്ക് ഹസ്ബി അല്ലാഹ് എന്നുള്ള വാക്ക് കേട്ട് അങ്ങ് യൂറോപ്പിൽ നിന്നും ദൈനംദിനം പേർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇന്നും നിങ്ങൾ പത്രമാധ്യമങ്ങൾ വേണ്ട, നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോൺ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഖബറിൽ കിടന്നുകൊണ്ട് ആ 6 വയസ്സുകാരി എല്ലാവരെയും ഇസ്ലാമിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുള്ളവർ നമ്മുടെ ഇസ്ലാം നമ്മളിൽ നിന്നും എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് നമ്മുടെ മദ്രസയിൽ നിന്ന് കിട്ടിയ സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ് നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ മദ്രസയിൽ നിന്നും കിട്ടിയ സന്ദേശം ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആ നിലക്ക് നമുക്കും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബത്തെ നോക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നീട്ടുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ നൊസ്റ്റാൾജിയ പ്രോഗ്രാം 2025 അധ്യക്ഷനായ ഇർഷാദ് നൂറാനി ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ട ഉദ്ഘാടകൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഉസ്താദിനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റു ഇവിടെ സംബന്ധിച്ചിട്ടുള്ള മുഅ്മിനാത്തുകളെ ഹൃദയപൂർവ്വം ഇതിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഖിറാഅത്ത് ഹാഫിദ് താജുദ്ദീൻ സഖാഫി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار صدق الله العظيم. السلام عليكم ورحمة الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പ്രാസ്ഥാനിക നേതാക്കൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അൽഹംദുലില്ലാ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നൊസ്റ്റാൾജിയ വീണ്ടും നമ്മിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ചില വർഷങ്ങളിൽ നമുക്ക് ചെറിയ ചില തടസ്സങ്ങൾ കാരണം നടത്താൻ സാധിച്ചില്ലെങ്കിലും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാമത്തെ ഈ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ നമുക്ക്
നമ്മുടെ നൊസ്റ്റാൾജിയ തിരിച്ചു വന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ തുടർച്ചയായിട്ട് തന്നെ നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ നടത്തണം. അതിനുവേണ്ടിയുള്ള സഹകരണം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ മദ്രസ പാഠകാലയളവിന് ശേഷം ഇത്തരം വേദികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയുള്ള മദ്ഹുകളോ മറ്റു പ്രഭാഷണങ്ങളോ ഒന്നും അവതരിപ്പിക്കാൻ അവസരം ലഭിക്കാത്തവരായിരിക്കും നമ്മിൽ പലരും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവസരം ലഭിക്കാതെ അല്ലെങ്കിൽ നബിസ്നേഹ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തവർക്ക് ഒരു അവസരം നൽകുക എന്നതാണ് നൊസ്റ്റാൾജിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നബിസ്നേഹ പ്രകടനത്തിന് പ്രായമോ സമയമോ ഒന്നുമില്ല എന്ന മഹത്തായ ഒരു സന്ദേശം കൂടിയാണ്, ഒരു പ്രമേയവും കൂടിയാണ് നൊസ്റ്റാൾജിയ നമ്മിലേക്ക് വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിവിധ തരത്തിലുള്ള പരിപാടികൾ ഇവിടെ നടക്കാനിരിക്കുന്നു. വിവിധ ഭാഷകളിലുള്ള പ്രഭാഷണങ്ങൾ, ഖവാലി, നഷീദകൾ, അതുപോലെ പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ നൊസ്റ്റാൾജികളിലെല്ലാം നൽകി വരാറുള്ള നമ്മുടെ നാട്ടിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചവർക്കുള്ള ടാലൻറ്റ് ഷോ അവാർഡ് ഇത്തവണ 2 പേർക്ക് നമ്മൾ അത് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ അവാർഡ് വിതരണവും ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ നടക്കും. എല്ലാവരും അവസാനം വരെ നമ്മുടെ പരിപാടിയിൽ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മിൽ പലരുടെയും പ്രിയപ്പെട്ട ഗുരുവായ അബ്ദുള്ള ഉസ്താദാണ്. ഉസ്താദിനെ ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നൊസ്റ്റാൾജിയ 25 ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അബ്ദുള്ള ഉസ്താദ് ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ അവർകൾ, മറ്റ് സദസ്സിലുള്ള ഉസ്താദുമാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, കൂടുതലും അധ്യക്ഷൻ പറഞ്ഞ മാതിരി ഞാൻ ഇവിടെ മദ്രസ തുടങ്ങിയപ്പോൾ തന്നെ ഈ 1-ാം ക്ലാസ്സിലേക്കാണ് എന്നെ കമ്മിറ്റിക്കാർ അയച്ചത്. ആ കാലഘട്ടത്തിൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച നല്ല ബുദ്ധികൂർമ്മതയും അനുസരണബോധവും പഠന രീതിയിലും മികച്ചു നിൽക്കുന്ന കുറേ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ അവർ അവതരിപ്പിക്കാൻ പോകുന്ന പരിപാടികൾ ഇതൊക്കെ കാണുമ്പോഴും വിചാരിക്കുമ്പോഴും ഞാൻ വളരെയധികം സന്തോഷപ്പെടുകയാണ്. ഞാൻ ഉദ്ഘാടനത്തിന് തന്നെ ഞാൻ അർഹനല്ല എങ്കിലും ഓരോരോ പരിപാടിയുടെ ക്രമത്തിനനുസരിച്ചുള്ള നടപടികൾ പാലിക്കേണ്ടതുള്ളത് കൊണ്ട് ഈ കുട്ടികളല്ല, ഇത് പ്രാദേശിക ലെവലല്ല, സംസ്ഥാന ലെവലല്ല, ദേശീയ ലെവലല്ല, വേൾഡ് ലെവലിൽ തന്നെ മികച്ചു നിൽക്കുന്ന പരിപാടികൾ അവതരിപ്പിക്കുന്ന ഈ എൻ്റെ കുട്ടി എന്ന് പറയുക അധ്യക്ഷൻ നൂറാനി പോലത്തെയുള്ള കുട്ടികൾ, അവരുടെ മുമ്പിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പറയുക എന്ന് വെച്ചാൽ അത് പേടിച്ച് ഞാൻ പറയില്ല. എനിക്കൊരു അല്പൊരു വിഷമം ഇല്ലായികയില്ല. അതുകൊണ്ട് ദീർഘിച്ചൊന്നും പറയുന്നില്ല. ഈ പരിപാടികൾ എല്ലാം
ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിശദീകരണമൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നേരത്തെ സ്വാഗതപ്രസംഗം ഞാൻ പറഞ്ഞു. പരിപാടിയുടെ തുടക്കം, അതായത് കുട്ടികളുടെ പൂർവ്വകാല പരിപാടിയാണല്ലോ. പ്രസംഗം, പാട്ട്, കഥാപ്രസംഗം, കവാലി എല്ലാം ഉള്ളത് കൊണ്ട് ഒരു തുടക്കമെന്നോണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹദത്തിൽ അലിഫ് അലിഫ് ലം അഗമിയം അലിഫാക്ഷരു പൊരുൾ ബിസ്മില്ലാ അരിമക്കലൈ കുത്തുബനുദിനം ഖുർആനിൽ പളബൂറ്റലഹുരി ബിസ്മില്ലാ. ഇത്രയും ഈരടികൾ പാടിക്കൊണ്ടും ഇവരുടെ കൂടെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കേണ്ട കുട്ടികൾ PK ഹാസിറുല്ല എന്ന കുട്ടി, മുഹമ്മദ് ഹനാൻ എന്ന കുട്ടിയൊക്കെ അവർ മരണപ്പെട്ടു പോയി. അവരും നമ്മുടെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യേണ്ട കുട്ടികളായിരുന്നു. അവർക്കൊക്കെയും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അധ്യക്ഷനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ നാടൻ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസാ ഭാഷണം നടത്തുന്നു തുലൈബ് സഖാഫി KT. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൂർവ്വ വിദ്യാർത്ഥികളുടെ വർഷം തോറും നടക്കുന്ന ഒരുമിച്ച് കൂടലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പഠിച്ചു പോയ കുറേ അധികം ആളുകൾ അവർക്ക് വീണ്ടും ഒന്ന് ഒരുമിച്ച് കൂടാനും സന്തോഷങ്ങൾ പങ്കിടാനും ഒക്കെയുള്ള ഒരവസരമാണിത്. വളരെ അഡ്വാൻസ്ഡായ രീതിയിൽ വേദികളൊക്കെ ക്രമീകരിച്ച് ഇതിനു വേണ്ടി അധ്വാനിച്ച പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥന ആശംസയായി അറിയിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ആശംസ അറിയിക്കുന്നു ബഷീർ ഉസ്താദ് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, സഹോദരിമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്ന മഹത്തായ സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, നമ്മുടെ അടുത്ത ഖബർസ്ഥാനിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, അതുപോലെ നാമുമായി ബന്ധപ്പെട്ട ആളുകൾ, അല്ലാഹു തആല അവർക്കൊക്കെ ഈ മജ്ലിസിൻ്റെ സവാബ് മിസ്ലി അവരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അല്ലാഹു നമ്മിലേക്ക് പ്രബോധനത്തിന് വേണ്ടി അയച്ചു. കുറഞ്ഞ കാലത്തേക്കല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള സമൂഹത്തിലേക്കാണ് അയക്കപ്പെട്ടത്. ആ മുത്തുനബിയുടെ മഹത്വം അല്ലാഹു തന്നെ ഖുർആനിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന ആയത്താണല്ലോ, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അവൻ്റെ കോടാനക്കോടി മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കാര്യവും ഖുർആനോ മറ്റു ഹദീസുകളോ ഒന്നും പരിശോധിച്ചാൽ ഈ മുത്തുനബിയുടെ മദ്ഹിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഒന്നും കണ്ടെത്താൻ സാധിക്കുകയില്ല. നിസ്കാരത്തെക്കുറിച്ചോ നോമ്പിനെക്കുറിച്ചോ ഹജ്ജിനെക്കുറിച്ചോ ഒന്നും ഇതുപോലെ പറഞ്ഞിട്ടില്ല. മുത്തുനബിയുടെ മദ്ഹ് അല്ലാഹു തആല തന്നെ വലിയ പദവി നൽകിയ സ്ഥാനം. എന്നിട്ട് നമ്മളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങളും ആ മുത്തുനബിയെ പുകഴ്ത്തി പറയണം എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിച്ച് ഇന്ന് ലോകം മുസ്ലിമീങ്ങളുള്ള സ്ഥലത്ത് മുഴുവൻ, യഥാർത്ഥ മുസ്ലിമീങ്ങൾ മുഴുവനും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചുകൊണ്ട് ആ സന്തോഷം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്.
ലോകത്തൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മുത്തുനബി തന്നെ ഒരിക്കൽ പറഞ്ഞു കൊടുക്കുന്നു, അന ഹബീബ് റബ്ബിൽ ആലമീൻ, ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ്. മറ്റു നബിമാരെക്കുറിച്ച് റൂഹുല്ലാന്നും അതുപോലെ ഖലീലുള്ള, കലീമുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ എത്രയോ ഉയർച്ചയിലാണ് ഹബീബ് എന്ന സ്ഥാനം അള്ളാഹു തആല മുത്തുനബിക്ക് കൊടുത്തത്. അന ഹബീബ് റബ്ബിൽ ആലമീൻ വലാ ഫഖ്റ, ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ്. അതുപോലെ അന സയ്യിദുൽ താജുൽ അവ്വലീന വൽ ആഖിരീൻ, ഞാൻ മുൻഗാമികൾക്കും പിൻഗാമികൾക്കുമുള്ള കിരീടമാണ്. അതുപോലെ മുത്തുനബി പറയുന്നു, അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, ഞാനാണ് ആ സ്വർഗീയ ലോകത്തേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന ആൾ. വലാ ഫഖ്റ, അഭിമാനത്തരം പറയുകയല്ല, അല്ലാഹു തആല കൊടുത്ത സ്ഥാനമാണ്. അത് നമ്മളൊക്കെ വകവെച്ചു കൊടുത്തു. അല്ലാഹു തആല മുത്തുനബിയെ സ്നേഹിക്കാനും അവിടുത്തെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തപ്പെട്ട് കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അതിനിത്തരം മജ്ലിസുകൾ ഞങ്ങൾക്ക് കാരണമാക്കി തരണേ അല്ലാഹ്. ഈ പ്രാർത്ഥന ഈ മജ്ലിസിന് ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.